ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഇതുപോലെ ഒന്ന് സംസാരിച്ചിട്ട്. കുറച്ച് അധികം നാളായി ലോങ് വീഡിയോസ് ഇടുന്നില്ല, ഷോർട്സും ഒന്നുമില്ല. കാരണം യൂട്യൂബ് ചാനൽ ഇങ്ങനെ എന്തായാലും സ്റ്റെക്കായിട്ട് നിൽക്കണം, ഒന്നുമില്ലാതെ കാരണം ഒറ്റമേ ഉള്ളൂ, പനിയായിരുന്നു. എല്ലാവർക്കും പനിയായിരുന്നു വീട്ടിൽ. ഹസ്ബൻഡിന് പനി, അതിന് പുറകെ പിള്ളേർക്ക് രണ്ടുപേർക്കും പനി. ആ പനി ഒന്നും ഇങ്ങോട്ട് മാറി. അതിൻ്റെ ഇടയിൽ എപ്പോഴും എനിക്കൊന്ന് പനിച്ചു. ഇപ്പോൾ അമ്മ പനിയായിട്ട് കിടക്കണം, ചേട്ടായിക്ക് പനിയാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു പനിമയാണെന്ന് പറയാം. കാലാവസ്ഥേൻ്റെ ആണോ ഇനി പുതിയ ഏതെങ്കിലും അസുഖമാണോ എന്താണെന്നറിയില്ല. എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ പനി. നല്ല പനിയാണ്. അപ്പോൾ പനി കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയാലല്ലേ നമുക്ക് വീഡിയോസ് എടുക്കാനും സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. അതിനൊന്നും പറ്റുന്നില്ല. ശബ്ദം എപ്പോഴും കേട്ടോ ശരിയായിട്ടില്ല, പനിയുടെ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്നും നോക്കിയില്ല, ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ലോങ് വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്സ് കൂടിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും അതൊരു വലുതായിട്ട് നിങ്ങളൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സന്തോഷത്തിന് കാരണമായ സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ഇപ്പം ബാക്കൊക്കെ കണ്ടോ നിങ്ങൾ? എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനേതോ പാർക്കിലാണെന്ന്, ചിൽഡ്രൻസ് പാർക്കിലാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അല്ല, തികച്ചും അത് തെറ്റായൊരു വിചാരമാണ്. ഞാൻ ഇരിക്കുന്നത് ഏറ്റവും സന്തോഷത്തിലും അഭിമാനത്തിലും എനിക്ക് പറയാൻ പറ്റും, എൻ്റെ സ്വന്തം പ്ലേ സ്കൂളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്ലേ സ്കൂളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് വന്നു കേട്ടോ. സന്തോഷമായതുകൊണ്ട് ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുമ്പം അറിയിക്കാൻ എനിക്കിപ്പോൾ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയണമല്ലോ. ഇതിപ്പോൾ ഒരു മാസമായി. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആയിട്ട് എനിക്കിതൊന്നും ഇങ്ങനെ ഇതിനകത്ത് ഷോർട്സ് മാത്രമേ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ലോങ് ആയിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാനുള്ളൊരു സമയം കിട്ടിയില്ല. നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ബിസിനസ്സൊക്കെ തുടങ്ങുന്നവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ ഇതിൻ്റെ പുറകെ കൂടുതലുള്ള ആ ഒരു ഓട്ടവും ആ ഒരു പച്ചിനും ഇതൊന്നും റൺ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ഇതും നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെ കുറേ ഇതും അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഫ്രീ ആയത്. അപ്പോൾ ഇത് ഈ പ്ലേ സ്കൂളിനെ കുറിച്ച് നമുക്ക് ഒറ്റ ലോങ് വീഡിയോയിൽ കുറേ നേരം പറഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും. എല്ലാവർക്കും കേൾക്കാൻ സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നും. അപ്പോൾ ഞാനിത് ഘട്ടം ഘട്ടമായിട്ട് ചെറിയ ചെറിയ വീഡിയോസായിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതൊരു കുറേ ടൈം എടുത്തുള്ള ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ആ ടൈം എടുത്ത് അതുപോലെ തന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മാസമായി ഞാൻ സ്വന്തമായിട്ടൊരു പ്ലേ സ്കൂൾ, ഒരു ബേബി കെയർ ഹോം ആൻഡ് പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ബേബി ഡോൾ എന്നാണ് അതിൻ്റെ പേര്. വയനാട്ടിൽ, ഞങ്ങളുടെ സ്വന്തം വയനാട്ടിൽ, എൻ്റെ വീടിൻ്റെ അടുത്തൊരു 15 മിനിറ്റ് വണ്ടിക്ക്, ഒരു 15 മിനിറ്റ് ദൂരത്തിൽ ഹൈവേയിൽ തന്നെയാണ്, കാര്യമ്പാടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഞങ്ങളുടെ പ്ലേ സ്കൂൾ. അപ്പോൾ ഈ പ്ലേ സ്കൂൾ യാത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു സംരംഭമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ, ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. വളരെ എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എന്തും തുടങ്ങാൻ സാധിക്കും എന്ന് നമ്മുടെ ഒരു വിശ്വാസവും നമ്മുടെ ഒരു ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ എന്തും തുടങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായത് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നപ്പോഴാണ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതുവരെ നടക്കുമോ, നമ്മളെക്കൊണ്ട് ബിസിനസ്സൊക്കെ നടക്കുമോ, ഇതൊക്കെ നമുക്ക് പറ്റുന്നൊരു പരിപാടിയാണോ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ബിസിനസ് സംരംഭകർ ഇപ്പോൾ ഒരുപാട് വരുന്ന സമയമല്ലേ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ യാത്രയിൽ ആദ്യത്തെ ഘട്ടം, നമ്മൾ എന്തും തുടങ്ങുമ്പോൾ ആദ്യത്തെ ഘട്ടം നമ്മൾ പ്ലാനിങ് ആണല്ലോ. ആക്ച്വലി ഈ പ്ലാനിങ് ഞാനൊരു BEd കഴിഞ്ഞ സമയം മുതൽ ഞങ്ങൾക്കുണ്ട് ഒരു ആഗ്രഹം. ഇങ്ങനെ ഹസ്ബൻഡാണ് BEdന് വിടാനൊക്കെ പുള്ളിയാണ് ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു സ്കൂൾ തുടങ്ങാൻ പറ്റുന്ന സമയത്ത് തുടങ്ങണം. അപ്പോൾ അന്ന് ആദ്യത്തെ ടീച്ചർ എടുക്കാൻ വേറെ എവിടെ നമ്മൾ പോകണ്ടല്ലോ, സ്വന്തമായിട്ടൊരു ടീച്ചർ കുടുംബത്തിലുണ്ടെങ്കിൽ അതാണല്ലോ എളുപ്പം. അത് മാത്രമല്ല ഞങ്ങളെല്ലാവരും കുറച്ച് അമ്മ ടീച്ചറാണ്, ചേച്ചി ഒരു ടീച്ചറാണ്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും പോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ, കുടുംബം, അതിൻ്റെയൊക്കെ തിരക്ക്, പിന്നെ BEd കഴിഞ്ഞ് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ സ്വന്തം എന്നത് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഡെയിലി വേജസ് ആയിട്ടും കോൺട്രാക്റ്റ് ആയിട്ടും ഒക്കെ ഇത്രയും വർഷം പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്ലാനിങ് ഇങ്ങനെ മനസ്സിലുണ്ട്. പക്ഷേ ഇത് നടക്കുമോ, നമ്മളെപ്പോലെ സാധാരണക്കാരെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ചിന്തയിലും, ഒരു കുഞ്ഞ് ജീവിതം ആയതുകൊണ്ട് അങ്ങനെ ആ ഒരു ജീവിതത്തിൽ നിന്ന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 3 ഇയേഴ്സായിട്ട് കോൺട്രാക്റ്റിൽ നമ്മളൊരു MRS റെസിഡൻഷ്യൽ സ്കൂളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികളെ ഇട്ട് വീട്ടിൽ നിന്ന് പോക്ക്, ആഴ്ചയിൽ ഒരു ദിവസം വരും, കുട്ടികൾ വളരുന്നത്, അവരുടെ പഠിത്തം ഒന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ മോനെയും കൂടി സ്കൂളിൽ വിട്ടതുകൊണ്ട് ഹസ്ബൻഡിന് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം മുതലേ ഞങ്ങളിങ്ങനെ വിചാരിക്കട്ടെ വേറെ എന്തെങ്കിലും ചെയ്താലോ, റെസിഡൻഷ്യലിൽ പോവാതെ വേറെ എന്തെങ്കിലും ചെയ്താലോ എന്ന്. അങ്ങനെ അപ്പോഴും ഈ പ്ലേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിലെവിടെയുണ്ട്, പക്ഷെ അതിലേക്ക് എത്തിയില്ല. അത് കഴിഞ്ഞ് ജൂൺ 1 ഞങ്ങൾ കോൺട്രാക്റ്റിൽ ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിച്ച സമയത്ത് പിറ്റേ ദിവസം ജൂൺ 2 ഞങ്ങൾ തീരുമാനിച്ചു, എന്നാൽ നമ്മളൊരു പ്ലേ സ്കൂൾ, ഒരു
ബേബി കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തന്നെ ഇങ്ങനെ ഒരു യാത്രയിൽ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോകുന്ന സമയത്താണ് അപ്പം തന്നെ നമ്മളൊരു ബിൽഡിംഗ് കണ്ടു. അവിടെ നിർത്തി വിളിച്ചു, ബിൽഡിങ്ങിൻ്റെ ഓണർ വിളിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാനിങ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇത് നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം നമുക്ക് ഒരു സ്പേസ് വേണം. അപ്പോൾ ആ സ്പേസിനെ കുറിച്ച് അപ്പോൾ നമുക്ക് കിട്ടി. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഹൈവേയിലാണ്, അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കാനും പിന്നെ ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മളൊരു ഡേ കെയർ തുടങ്ങുമ്പം ആദ്യമായിട്ട് ശ്രദ്ധിക്കും, നമ്മൾ കുറച്ച് ഉള്ളോട്ട് പോവാതെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോവാതെ, കുറച്ച് പെട്ടെന്നൊരു ബസ് നിർത്തി ഒരു കുട്ടീനെ, ചിലപ്പം വളരെ തിരക്കുള്ള ഒരു ദിവസമാണെങ്കിൽ ഒരു കുട്ടീനെ നമുക്ക് ബസ് നിർത്തി തരാൻ പറ്റുന്ന സൗകര്യമാണെങ്കിൽ അവർ കുറച്ചുകൂടി ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്കൊരു വൈകുന്നേരം ഇന്ന് ഞാൻ കൂട്ടാൻ ഹസ്ബൻഡ് വരില്ല കേട്ടോ, അപ്പോൾ ഞാൻ ഇങ്ങനെ ബസ്സിലാണ് വരുന്നത്, നിങ്ങളൊന്ന് അവിടെ എത്തുമ്പോൾ കൊച്ചിനെ ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ലൈഫിൽ അപ്പോൾ നിങ്ങൾ ഞെട്ടും ഇത് കേൾക്കുമ്പോൾ. അല്ല, പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു റോഡ് ആക്സസ്, നല്ലൊരു റോഡ് ആക്സസ് ഉള്ള ഒരു മേഖലയാകുമ്പോൾ എത്തിപ്പെടാനും കൊണ്ടെത്തിക്കാനും കൂട്ടാനും ഒക്കെ പാരൻസിന് എളുപ്പമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തതിൽ. ഞങ്ങളുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ റോഡ് ഹൈവേയിൽ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ആക്സസ് ഉള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ ബിൽഡിംഗ് ആസ് യൂഷ്വൽ ബിൽഡിംഗ് ഓണറെ വിളിച്ചു. പുള്ളിക്കാരനൊരു അപ്പോൾ ഞങ്ങൾ മാഷെ വിളിച്ച സമയത്ത് തന്നെ മാഷ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പ്ലേ സ്കൂൾ തുടങ്ങാനാണ്. അപ്പോൾ സത്യസന്ധമായി പറയാം, പുറമേയിൽ നിന്ന് ഞാനും ഏട്ടനും തമ്മിൽ ഡിസ്കസ് ചെയ്യാന്നല്ലാതെ ഞങ്ങൾ വേറെ ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് നിന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് കിട്ടിയത് ഈ ബിൽഡിംഗ് ഓണർ സജിത് സാറാണ്. സാറിൻ്റെ അടുത്ത് സാർ ഒന്നും നോക്കണ്ട, നിങ്ങൾ പോലെ ഞാനിപ്പോൾ തന്നെ ബിൽഡിംഗ്, ഞങ്ങൾ അതിന് മുമ്പിൽ നിന്നിട്ടാണ് സാറ് വിളിക്കുന്നത്, തുറന്ന് കാണിച്ചു തരാമെന്ന്. സാർ അപ്പോൾ തന്നെ ഇവിടുന്ന് ഓടി വന്നു, ബിൽഡിംഗ് തുറന്ന് കാണിച്ചപ്പോൾ തന്നെ ഒരു വർക്കൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ 4 ഷട്ടർ റൂമുകൾ കെട്ടിയിട്ടുണ്ട്, തൊട്ടപ്പുറത്തൊരു ഷട്ടർ റൂം ഉണ്ട്. അങ്ങനെ 3 സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, 1 സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ. പിന്നെ ടോയ്ലറ്റും ഒക്കെ കാണിച്ചു തന്നു. ചുമയുണ്ട്. അപ്പോൾ തുറന്ന് കാണിച്ചെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, ഭയങ്കര റോഡ് സൈഡ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതൊരു പ്രശ്നം ആയിരിക്കുമോ എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനും ഭാവിയിൽ ഒരു വഴി കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഹൈവേ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഞാൻ എന്തുകൊണ്ട് എടുത്ത് പറയുന്നു നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ സാറോടൊന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, തുടങ്ങിക്കോളൂ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്താണ്, അതിനെക്കുറിച്ച് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീട്ടിൽ ചെന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ അപ്പം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പോസിറ്റീവ്നെസ്, ഈ ഒരു മൊമെൻറ്റ് വരെ ഇപ്പോഴും ആ പോസിറ്റീവ്നെസ്സിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് എവിടെ ഒരു ബിൽഡിംഗ് എങ്ങനെയാണ്. അപ്പോൾ ആ ബിൽഡിംഗ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഉദ്യമത്തിൻ്റെ ആദ്യത്തെ ഘട്ടം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി ആ ബിൽഡിങ്ങിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ, അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ബുദ്ധിയേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ചുകൂടി കുട്ടികളുടെ തലത്തിൽ നിന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ 2 ചെറിയ കുട്ടികളുണ്ട്, കുറേ കാലമായിട്ട് കുട്ടികളുടെ ഇടയിലായതുകൊണ്ട് പിന്നെ കുറച്ച് ഒരു ടീച്ചറായിട്ട് ചിന്തിക്കാൻ കൂടി കഴിയുന്നതുകൊണ്ട് ആ ചിന്തയും ഞങ്ങൾക്ക് ഭയങ്കര ഈസി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഘട്ടമായ എങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യും. ഒരു ഡേ കെയർ എപ്പോഴും എന്തായിരിക്കണം, വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ അട്രാക്റ്റീവ് ആയിരിക്കണം, അവർക്ക് കൗതുകം ഉണർത്തുന്നതായിരിക്കണം, പിന്നെ എന്തായിരിക്കണം, പിടിച്ചിരുത്താൻ കഴിയണം. ഇന്ന് പോയി നാളെ വരാൻ മടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഡേ കെയറിനും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രയാസമാണ്. അപ്പം കുട്ടികളെ പിടിച്ചിരുത്താൻ കഴിയണം, വളരെ കളർഫുള്ളായിരിക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് കളർ വാരി എറിയണം എന്നല്ല, അതിൽ ചിത്രങ്ങൾക്ക് പോലും കുട്ടികളെ പോലെ വളരെ വൈബ്രൻ്റ് ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ എൻ്റെ വർക്ക് പ്ലേസിലുണ്ടായിരുന്ന കുറേ ആൾ ഡ്രോയിങ് ടീച്ചേഴ്സൊക്കെ ആയിട്ട് ആര്യയാണ് എന്നെ ചിത്രം വരയ്ക്കുക. അവൾ ഡ്രോയിങ് ടീച്ചറായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് തിരുനെല്ലി സ്കൂളിൽ വർക്ക് ചെയ്തു. അപ്പോൾ ആര്യനെ ആദ്യം ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പം ആര്യ പറഞ്ഞു അവൾ ഫ്രീ അല്ല, അവൾ വേറൊരു പയ്യൻ്റെ നമ്പർ തന്നു. പിന്നെ ഞാനൊന്നും കൂടി അവിടെ പിന്നെ വർക്ക് ചെയ്ത സതീഷ് എന്ന് പറയുന്നത് മാഷെ ഒന്നുകൂടി കോൺടാക്ട് ചെയ്തു. അപ്പോൾ സാർ ഒന്ന് ഞാൻ ബാംഗ്ലൂരാണ്, 2 ദിവസം കൊണ്ട് ഞാൻ വരാൻ ടീച്ചറെ, വന്നിട്ട് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ചിത്രങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചോളാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചിത്രങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ഇതിലൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ചിത്രങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നതായിരിക്കണം, റിപ്പീറ്റഡ് ആയിരിക്കരുത്. പല സ്ഥലങ്ങളിലും കാണുന്നത് പോലെ ഒരേപോലത്തെ ചിത്രങ്ങൾ ഇങ്ങനെ ABCD അങ്ങനെ. അപ്പോൾ ഈ കാണുന്ന ABCDക്ക് പോലും മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്കത് പുറകിൽ കണ്ടാൽ മനസ്സിലാവും. അക്ഷരങ്ങൾ കുറേ അങ്ങനെയൊന്നും ആവരുത്, കുറച്ചുകൂടി ലൈവായ ചിത്രങ്ങളായിരിക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും ചിത്രങ്ങൾ എപ്പോഴും ലൈവായിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ചിത്രങ്ങൾക്ക് ജീവനുണ്ട്. ആ ചിത്രങ്ങളിൽ നിന്ന് ഒരു ദിവസത്തിലെ രാവിലെ ഞങ്ങളുടെ ഡേ കെയർ ടൈം എന്ന് പറയുന്നത്, ടൈമിംഗ് ഒക്കെ നമുക്ക് അത് വഴിയെ പറയാം, ടൈമിംഗ് ഒക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡേ കെയറിലെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒരു കരയുന്ന കുട്ടീനെ പിടിച്ചു നിർത്താൻ നമുക്ക് ഡേ കെയറിലെ ചിത്രങ്ങൾക്ക് സാധിക്കും. അത് നമുക്ക് ഒരു ഡേ കെയർ സ്റ്റാർട്ട് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഓരോ ചിത്രത്തിലും എന്തെങ്കിലും ഒരു കഥയൊക്കെ ഉണ്ടാക്കി പറയാനും ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ രസമൊക്കെ അവർക്ക് തോന്നും. അങ്ങനെ ചിത്രങ്ങൾ ചൂസ് ചെയ്യാൻ ഞങ്ങൾക്ക്
ഞാൻ പറഞ്ഞ നേരത്തെ ആര്യനെ വിളിച്ചപ്പോൾ ആര്യ ഒരു കുട്ടി ഒരു പെയിൻറ്റ് ചെയ്യാൻ കുട്ടീൻ്റെ നമ്പർ തന്നെ ഞാൻ വന്ന് നോക്കി. അവൻ കുറച്ച് ടൈം പീരീഡ് പറഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് സമയമില്ല, കാരണം ജൂണിൽ ശരിക്കും നമ്മളിത് മാർച്ചിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ മാർച്ചിലെ വെക്കേഷൻ മുതൽ നമുക്ക് കുട്ടികളെ കിട്ടും. പക്ഷേ ഞങ്ങൾ ഒരു മന്ത് ഓൾറെഡി ഡിലേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സമയം ചിത്രം വരയ്ക്കാൻ കളയാനില്ലാത്തതുകൊണ്ടും വരയ്ക്കുന്ന ചിത്രം വളരെ കുറച്ച് സമയം കൊണ്ടാണെങ്കിലും വരയ്ക്കുന്നത് വളരെ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആവണം എന്നുള്ളതുകൊണ്ട് ആ കുട്ടി പറഞ്ഞ സമയം ഞങ്ങൾക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ ഒരാളെയും കൂടി ചൂസ് ചെയ്യാൻ വെച്ചത്. അങ്ങനെ സതീഷ് സാർ എത്തപ്പോൾ ആ കുട്ടി കുറച്ച് ചിത്രങ്ങൾ തന്നായിരുന്നു. ആ ചിത്രങ്ങളും എല്ലാം കൂടി വെച്ച് ഞങ്ങൾ കുറച്ച് ചിത്രങ്ങൾ കണ്ടുപിടിച്ച് വെച്ചു. സാറ് വന്നു, സാറിൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂടി വന്ന് ബിൽഡിംഗ് കണ്ടപ്പോൾ തന്നെ സാറ് പറഞ്ഞു, ഒന്ന് നോക്കണ്ട, ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ ഭയങ്കര നല്ലൊരു ഏരിയ ആണ് നിങ്ങൾക്ക്, അതുകൊണ്ട് ഒന്ന് നോക്കണ്ടെന്ന് പറഞ്ഞു. സാറ് ചിത്രങ്ങൾ കണ്ടു, ചിത്രങ്ങൾ സാറിന് ഇഷ്ടപ്പെട്ടു. സാർ ചോദിച്ചു ആര് ചൂസ് ചെയ്തു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഒരുപാട് സ്ഥലത്ത് ചിത്രങ്ങൾ വരച്ചു, പക്ഷേ ഇത്രയും വൈബ്രൻ്റായി, ഇത്രയും കളർഫുള്ളായി, ഇത്രയും അട്രാക്റ്റീവായ ചിത്രങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് പറഞ്ഞു. ചെറിയ രീതിയിൽ ഞാൻ ചിത്രം വയ്ക്കുക. അപ്പോൾ എൻ്റെ കുറച്ച് ഐഡിയയും കൂടി ഉണ്ടായിരുന്നു, സാറിൻ്റെ വലിയ ഐഡിയയും. അങ്ങനെ സാർ പറഞ്ഞു, ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് 3 ദിവസം കൊണ്ട് തീർത്ത് തരാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു ആ ഡേറ്റ്. അങ്ങനെ ചിത്രം വരയ്ക്കാനുള്ള സാറ് വന്നു. അപ്പോൾ സീലിംഗ് ഞങ്ങൾക്ക് ആകാശം വേണമെന്നായിരുന്നു ആഗ്രഹം. സാർ ഇങ്ങോട്ടും പറഞ്ഞു നമുക്ക് ആകാശം ചെയ്യാം. അങ്ങനെ 3 ദിവസം കൊണ്ട് ആകാശവും നക്ഷത്രങ്ങളും പിന്നെ കാടും മലയും ഒരു തടാകവും ഒക്കെ ആയിട്ട് ഒരാൾ നോക്കിയാൽ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുന്ന രീതിയിലുള്ള പെയിൻറ്റിങ് സാറ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. അപ്പോൾ സാറോട് ഞാൻ സാറിനോടും സാറിൻ്റെ കൂട്ടുകാരോടും 3 പേരുണ്ടായിരുന്നു, സാറോട് ഭയങ്കര താങ്ക്സ് പറയാണ്. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കളർഫുള്ളായി, അതിനേക്കാൾ മനോഹരമായി ചെയ്തു തന്നു. അപ്പം പാരൻസൊക്കെ വരുമ്പം അവർ പറയും ഇതിനുള്ളിൽ കയറിയാൽ പിന്നെ കുട്ടികൾക്ക് ഇറങ്ങാൻ തോന്നില്ല, അത്രയും ചിത്രങ്ങൾക്ക് അത്രയും ജീവനുണ്ട്. ഞാനത് ചിത്രം സാവധാനം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ 2ാമത്തെ ഘട്ടവും ഞങ്ങൾ പൂർത്തിയാക്കി. 1ാമത്തെ നമ്മുടെ ബിൽഡിംഗ് നമ്മളത് പ്ലാൻ ചെയ്തെടുത്തു. 2ാമത്തെ ഘട്ടം ചിത്രങ്ങൾ. അപ്പോൾ ആ ചിത്രം എന്ന് പറയുന്ന കാര്യങ്ങളും നമ്മൾ സക്സസ്ഫുള്ളി വരച്ച് 3 ദിവസം കൊണ്ട് 3 ദിവസം കുറച്ച് ടൈമൊക്കെ എടുത്ത് ഷട്ടറും എല്ലാം സാർ ചെയ്തു. നമുക്കൊരു എംബ്ലം ഉണ്ടായിരുന്നു, ആ എംബ്ലമൊക്കെ വരച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സാറ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു, സതീഷ് സാർ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. നമ്മുടെ ബിൽഡിംഗ് ഓണറിൻ്റെ പേര് സജിത് സാർ എന്നാണ് കേട്ടോ. രണ്ടും മാറിപ്പോണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ. നമ്മുടെ 2ാമത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്.